ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വീഡിയോസ് എങ്ങനെ ഈസി ആയിട്ട് വൈറലാക്കാന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ഒറ്റ സീക്രട്ട് സെറ്റിംഗ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് റീൽസ് വീഡിയോസ് ഒരുപാട് ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ സാധിക്കും. കാരണം റീൽസ് വീഡിയോസ് ഒക്കെ വൈറലായത് ആ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത ശേഷമാണ്. അതായത് നിങ്ങൾ ഒരുപാട് റീൽസ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. എത്ര റീൽസ് വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാവുന്നില്ല. അല്ലെങ്കിൽ 1000 വ്യൂസ് 1500 വ്യൂസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ചില വീഡിയോസ് ആണെങ്കിൽ 500 വ്യൂസ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീൽസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്യാത്തതും അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായി ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ റീൽസ് വീഡിയോസ് വൈറലാകാതെ കേട്ടോ. അതായത് നമ്മൾ ആ സീക്രട്ട് സെറ്റിംഗ്സ് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ കറക്റ്റായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഷൂട്ട് ചെയ്ത് നല്ല ഹൈ ക്വാളിറ്റിയിലൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത് അല്ലേ. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈ ക്വാളിറ്റി തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. സെറ്റിംഗ്സ് ഏതാ നോക്കാം, സീക്രട്ട് സെറ്റിംഗ്സ് ഏതാ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാഗ്രാം ഫീഡ് വരും. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കില്ലേ. അപ്പോൾ ആ ഒരു പ്രൊഫൈൽ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രൊഫൈലിലേക്ക് വരും. അപ്പോൾ പ്രൊഫൈലിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കാണാൻ 3 ലൈൻസിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ആയി വരും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ഒരു സെറ്റിംഗ്. അതായത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ അക്കൗണ്ട് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അധികാരം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അത് അക്കൗണ്ട് പ്രൈവസി എന്നുള്ളത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഈ ഒരു അക്കൗണ്ട് പ്രൈവസി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അക്കൗണ്ട് ഇവിടെ, അതായത് ആദ്യത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുക അല്ലെങ്കിൽ പബ്ലിക് ആക്കുക എന്നുള്ള ഓപ്ഷനാണ്. അതിന് തൊട്ട് താഴെയായിട്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ്, അതായത് അലോ പബ്ലിക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടു അപ്പിയർ ഇൻ സെർച്ച് എഞ്ചിൻ റിസൾട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ്. ജസ്റ്റ് ഇത് ഡിസേബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് എനേബിൾ ചെയ്തിട്ടാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ റീൽസ് വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ചിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എല്ലാ സെർച്ച് എഞ്ചിൻസിലും കാണാൻ സാധിക്കും. അതിലൂടെ ഒരുപാട് വ്യൂസ് നേടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.